പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ
2010 വാർഷിക അവലോകന യോഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ വ്യവസായ മേഖല ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്. നിർജീവമായി കിടന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പുനർജീവിപ്പിച്ച് പുതിയൊരു ദിശാബോധം നൽകുവാനും നന്നായി പ്രവർത്തിച്ചു വന്നവയുടെ ലാഭം പല മടങ്ങ് വർദ്ധിപ്പിക്കുവാനും ഈ സർക്കാരിന്റെ കാലയളവിൽ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ സംരംഭകർക്ക് കൈമാറുക അല്ലെങ്കിൽ അടച്ചുപൂട്ടുക എന്ന എളുപ്പവഴി തേടാതെ അവയെ വീണ്ടും എങ്ങനെ ലാഭകരമാക്കാം എന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ തികച്ചും അനുകരണീയമായൊരു മാതൃക അവലംബിക്കുകയുണ്ടായി. ഇച്ഛാശക്തി, കഠിന പ്രയത്നം, കൂട്ടുത്തരവാദിത്വം, ആത്മാർത്ഥത ഇവ ഒത്തുചേർന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് തെളിയിക്കുന്നതായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം. ഓരോ വർഷവും ഫെബ്രുവരി മാസത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തിനായി മുൻകൂട്ടി ബജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് കൃത്യതയോടെ മുന്നോട്ട് നീങ്ങുവാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുവാനും മുൻ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ 3 വർഷമായി ഈ അവലോകന യോഗങ്ങൾ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചു വരുന്നു. സ്വന്തം പ്രവർത്തനങ്ങളെ വിലയിരുത്തുക വഴി ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് തെറ്റായ പ്രവണതകളെ ഒഴിവാക്കുവാനും കൂടുതൽ ശക്തിയാർജിച്ച് മുന്നോട്ട് നീങ്ങുവാനും ഈ അവലോകന യോഗം ഓരോ സ്ഥാപനത്തിനും സഹായകരമാകും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് വിശിഷ്ടാതിഥികളെയും പ്രൗഢ സദസ്സിനെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുവാനായി റിയാബ് ചെയർമാൻ ശ്രീ ജോൺ മത്തായി IAS അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വർഷത്തെ വാർഷിക അവലോകന മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഏറ്റവും ആദരണീയനായ ശ്രീ ഇളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് എന്നുള്ളതിന് ഉപരിയായിട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 4 വർഷമായിട്ട് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 69 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഈ വർഷം 2009-2010 240 കോടിയോളം രൂപ ലാഭത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖല പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ നടത്തുന്നത് പോലെയുള്ള വാർഷിക അവലോകന മീറ്റിംഗാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ഓരോ കമ്പനിയും കഴിഞ്ഞ സാമ്പത്തിക വർഷം അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് എത്രമാത്രം പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിശകലനം ചെയ്യുന്നതോടൊപ്പം തന്നെ 2010-11 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് എപ്രകാരമായിരിക്കണം എന്നുള്ള കമ്പനികളുടെ തീരുമാനം പൊതുവിൽ അംഗീകരിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള സമ്മേളനമാണ് ഇത്. ഇതിൻ്റെ പിൻപിൽ ഓരോ കമ്പനിയും വളരെയേറെ കൂലങ്കഷമായ വിചിന്തനങ്ങളും അതുപോലെ തന്നെ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള വിവിധ തലത്തിലുള്ള ചർച്ചകളും എല്ലാം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം റിയാബിൽ വെച്ച് ഓരോ കമ്പനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കൂടുതലായ വിശകലനവും വിചിന്തനവും നടത്തുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു വാർഷിക ബഡ്ജറ്റാണ് 2010-11 ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം അമരത്ത് നിന്ന് ഏറ്റവും ഉത്തേജനജനകമായി നമുക്ക് പ്രോത്സാഹനം നൽകുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടിയിലും ആദ്യ അവസാനം പങ്കെടുക്കുകയും നിർദ്ദേശം നൽകുകയും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ഈ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ എങ്ങനെയായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ദൈനംദിന മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം നമ്മുടെ പൊതുമേഖലാ പ്രസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ലേബർ എക്സൈസ് വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ പി കെ ഗുരുദാസൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ഈ സംരംഭത്തിൽ ഭാഗവാക്കാകുന്നതിന് വളരെയേറെ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് 9:45 വേറെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോലും ഒരു കുറച്ച് സമയം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്ന് സദയം സമ്മതിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിവുള്ളതുപോലെ അദ്ദേഹം വ്യവസായ രംഗത്ത്, ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. നമ്മുടെ വ്യവസായ വകുപ്പിന് കീഴിൽ തന്നെയുള്ള പല പൊതുമേഖലാ മാനേജിംഗ് ഡയറക്ടർമാർക്കും അറിയാം. അദ്ദേഹം പല യൂണിയൻസിൻ്റെയും നേതാവായിട്ട് നിങ്ങളോടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള മാന്യ വ്യക്തിയാണ്. അതിനു പുറമെ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അതുപോലെ തന്നെ ജീവനക്കാരും പ്രവർത്തിക്കുന്ന കാഷ്യൂ സെക്ടറിലുള്ള 2 ബൃഹത് സ്ഥാപനങ്ങളുടെ മന്ത്രി കൂടിയാണ്. കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കാപ്പെക്സും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ബിവറേജസ് കോർപ്പറേഷൻ സ്ഥാപനത്തിൻ്റെയും മന്ത്രി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് 1-2 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാന്യ വ്യക്തിയാണ്. വളരെ സ്നേഹസമ്പന്നമായ പെരുമാറ്റത്തോടു കൂടി നമ്മുടെ എല്ലാ MD-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തന മികവ് അദ്ദേഹം അംഗീകരിക്കുന്നതും ഇവിടെ സദയം വന്ന് നമ്മളോടുകൂടി ഈ സമ്മേളനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മളോട് അഭിസംബോധന ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ സമ്മേളനത്തിൽ വന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, വ്യവസായ വകുപ്പിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം ഒരു ചെറിയ പ്രോഗ്രാമിൽ ഇരിക്കുകയാണിപ്പോൾ, ഉടനെ തന്നെ എത്തും. നമുക്കറിയാവുന്നതുപോലെ വ്യവസായ വകുപ്പിൻ്റെ തീരുമാനങ്ങളിലെല്ലാം തന്നെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സമീപന രീതിയാണ് ഈ വർഷങ്ങളിലൊക്കെ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പലപ്പോഴും തീരുമാനങ്ങൾ മുൻകൂട്ടി പറയുകയും അതിനുശേഷം ഫയലിൽ അത് തീരുമാനത്തിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഒരുപക്ഷേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പലപ്പോഴും കാണാത്ത ഒരു സമീപന രീതിയാണ്. കാര്യങ്ങൾ ബോധ്യമായാൽ അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം എന്നുള്ള ഒരു സമീപന രീതിയാണ് ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണനുള്ളത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില പ്രശ്നങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പെടാറുണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ ശ്രീ ബാലകൃഷ്ണൻ എത്തിക്കഴിഞ്ഞു. എടുക്കുന്നതിന് ശ്രീ ബാലകൃഷ്ണൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതിൽ നമുക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ഈ പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ആത്മാർത്ഥമായ ഉത്തേജനമാണ് നൽകുന്നത്, പ്രോത്സാഹനമാണ് നൽകുന്നത്. ഈ സന്ദർഭത്തിൽ ഈ ആനുവൽ ബഡ്ജറ്റ് റിവ്യൂ നടത്തുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിൽ നമ്മുടെ കമ്പനി മാനേജിംഗ് ഡയറക്ടർമാരുമായിട്ട് ചർച്ച നടത്തുന്നതിനുമൊക്കെ മുൻകൈ എടുത്തത് ശ്രീ ബാലകൃഷ്ണൻ